ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം കേട്ടോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർജറ്റ് ഉണ്ട്, 1K ലൈക്കാണ്. എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടന്നാലോ. അങ്ങനെ ഏതായാലും നമ്മുടെ ശ്രീകാന്തും വർഷയും ഫോണിലൊക്കെ ഇങ്ങനെ സംസാരിച്ച് കൊഞ്ചി കുഴഞ്ഞ് നടക്കുകയാണ്. അവരവരുടേതായ ലോകത്തായിരുന്നു. നമ്മുടെ വർഷം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം വീട്ടിലെല്ലാവരെയും അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഫോൺ വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഇത് കണ്ടു കഴിഞ്ഞിട്ടാണെങ്കിൽ വർഷയുടെ അച്ഛനും അമ്മയ്ക്കും വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. തൻ്റെ മകള് ഇങ്ങനെയായി പോകുന്നത് എന്താണെന്നൊന്നും അറിയില്ല. ഏതായാലും മറുഭാഗത്ത് ആരാണ്, നമ്മുടെ ശ്രീകാന്ത് ആണോ എന്നൊന്നും അവർക്കറിയില്ല. പക്ഷെ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. ഏതായാലും ഇവർ സംസാരിച്ചു, ഇവർ സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ രണ്ടുപേരും ലാസ്റ്റ് സംസാരിച്ച ഫോണൊക്കെ വെച്ചു കേട്ടോ. ഫോണൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷയുടെ അച്ഛൻ വന്ന് വർഷയുടെ ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും വർഷയുടെ ആ ഒരു മൊബൈലിനകത്ത് വാൾപേപ്പറായിട്ട് ഫ്രണ്ട് പേജിൽ തന്നെ കിടക്കുന്നത് നമ്മുടെ ശ്രീകാന്തിന്റെ ഫോട്ടോയാണ്. ഇത് കണ്ട ഉടനെ പുള്ളിക്കാരന് കാര്യം മനസ്സിലായി. ദേഷ്യം വന്ന ഉടനെ തന്നെ നമ്മുടെ അമ്മയെ ചോദിച്ചു, എന്താ കാര്യം എന്ന് ചോദിച്ചു വർഷയുടെ അമ്മ. അപ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ, കൈവിട്ടു പോയല്ല, നമ്മൾ ഒരിക്കലും വിചാരിക്കുന്ന പോലെയല്ല ഇത്. ഇവിടെ ഒന്നും നിൽക്കുന്നു തോന്നുന്നില്ല. ഇതിനെന്താ പണി കൊടുക്കേണ്ടതെന്ന് എനിക്കറിയാം. അവനിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ഒന്നാം തരം നല്ല പണി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താ നിങ്ങൾ ഈ പറയുന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴാണ് വേറെ ആരുമല്ല അവൾ ഇത്രയും നേരം വിളിച്ചുകൊണ്ട് നടന്നത് ആ രവീന്ദ്രന്റെ മകനില്ലേ ശ്രീകാന്ത്, ആ പയ്യനെയാ വിളിച്ചോണ്ട് നടന്നത്. എന്താ ഏട്ടാ ഈ പറയുന്നത്? ആ പയ്യനെയോ? ഇവളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? അല്ല നമ്മളന്ന് പോയി ഭീഷണിപ്പെടുത്തിയതല്ലേ അയാളെ? എന്ത് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും അയാൾക്ക് ഏറ്റിട്ടുമില്ല. അതുപോലെ തന്നെ ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, ഞാൻ ചെയ്തോളാം, ഞാൻ അവന്റെ കട്ടയും പടവും മടക്കിക്കോളാം, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ ഇങ്ങനെ വർഷയുടെ അച്ഛനെ ഇരിക്കാൻ കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയുടെ രേവതിയുടെ വീട് തന്നെയാണ്. അങ്ങനെ രാവിലെ ആകുമ്പോഴത്തേക്കും ഒരു ഗ്ലാസ് കോഫിയൊക്കെ ആയിട്ട് നമ്മുടെ രേവതി കടന്നു വരികയാണ്. അങ്ങനെ ഒരു കോഫിയൊക്കെ ആയിട്ട് ഇന്ന് അമ്മ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു ചന്ദ്രയ്ക്ക്. അപ്പൊ ചന്ദ്ര ചോദിച്ചു, ഓഹോ ഇന്നെന്ത് പറ്റി രേവതി, നീ നേരത്തെ എണീറ്റോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, അതിനിപ്പോ എന്താ, അവൾ ഇന്ന് നേരത്തെ എണീക്കാറില്ലേ, അവൾ ഇന്ന് നേരത്തെ എണീക്കുന്നതാണല്ലോ, പിന്നെന്താ ഇന്നിപ്പോ പ്രത്യേകത ഇരിക്കുന്നത്, ഇവളെന്ന് നേരത്തെ എണീക്കുക ഈ ചായ ഇടുകയൊക്കെ ചെയ്യുന്നത്. എടി ചന്ദ്രേ നീ താമസിച്ച് എണീറ്റു, അത് പറഞ്ഞാൽ പോരെന്ന് ചോദിച്ചപ്പോഴത്തേക്കും രാവിലെ തന്നെ മരുമോളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, ഇതുവരെ നിങ്ങൾക്ക് രേവതി പുരാണം തീരാറായില്ലേ മനുഷ്യ എന്ന് ചോദിക്കുമ്പം, എടി പുരാണം രേവതി പുരാണം പറഞ്ഞു ഓർത്തോണ്ട് എനിക്കൊരു പ്രശ്നമില്ല, കാരണം അവൾക്ക് പറയാൻ പുരാണം ഉണ്ടെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി, നിനക്ക് എന്തെങ്കിലും ഉണ്ടോ? പിന്നെ എന്തിനാടി രാവിലെ അവളുടെ മെക്കിട്ട് കയറുന്നത്? അവൾ രാവിലെ എണീക്കുന്നു, ചായ ഇടുന്നു, കാപ്പി ഉണ്ടാക്കുന്നു, അവൾ അവളുടേതായ കാര്യങ്ങൾ ചെയ്യുന്നു, എന്തിനാ വെറുതെ അതിന്റെ മണ്ടേ കയറുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ചോദിച്ചല്ല, നീ അവക്ക് ചായ എടുത്തോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ രേവതി ചോദിച്ചു, അല്ല ആർക്ക് ചായ എടുത്തോന്ന് ചോദിച്ചു. ശ്രുതിക്ക് ഞാനിപ്പോ ചായ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞിട്ട് നേരെ പോവുകയാണ് നമ്മുടെ രേവതി അടുക്കളയിലേക്ക്. അപ്പോഴാണ് സച്ചിയുടെ രേവതിയുടെ ഒക്കെ വീട്ടില് ഒരു 2 പോലീസുകാരൻ വരികയാണ് കേട്ടോ. അപ്പൊ 2 പോലീസുകാരൻ വന്ന് നേരെ ഇവരുടെ വീട്ടിന്റെ മുമ്പിൽ പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നു. ചന്ദ്ര പേടിച്ച് നിൽക്കുകയാണ്. അപ്പൊ ചന്ദ്ര പറഞ്ഞ്, പോലീസ് വന്നല്ലോ, അവന് തുടങ്ങിയെന്നാ തോന്നുന്നത്, എവിടെയെങ്കിലും വെട്ടാനോ അടിക്കാനോ കുത്താനോ പോയി കാണും, അതായിരിക്കും സച്ചിനെ പൊക്കാൻ തന്നെയാ പോലീസ് വന്നെന്ന് പറഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, സച്ചിനെ പൊക്കാൻ മാത്രമേ ഇവിടെ പോലീസ് വരാറുള്ളൂ, നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും അവർ 2 പേരും ഇങ്ങ് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ചന്ദ്ര ചോദിച്ചു, അതെ സച്ചി ഇവിടെ ഇല്ല സാറേ എന്ന് പറഞ്ഞു. അപ്പൊ സച്ചിയോ? ഏത് സച്ചി? അല്ല ഞങ്ങൾക്ക് സച്ചിനെ അല്ല ആവശ്യം, ഞങ്ങളിവിടെ വന്നത് സുധീനെ കാണാനാന്ന് പറഞ്ഞു. സുധീനെയോ? സുധീനെ എന്തിനാ നിങ്ങൾ കാണുന്നത്? അയ്യോ എന്റെ മോനൊന്നും ചെയ്യില്ല, അവനൊരു പാവാ സാറേ, അവൻ ആരും ഒന്നും ഉപദ്രവിക്ക് പോലുമില്ല, ഇവിടെ തന്നെ അടിച്ചാൽ അവനെ ഈ കവളും കൂടെ കാണിച്ചു കൊടുക്കുള്ളൂ, പിന്നെ എന്തിനാ സാറേ ഇങ്ങനെയൊക്കെ പറയുന്നത്, അവനൊന്നും ചെയ്യില്ല സാറേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക്, അയ്യോ നിങ്ങൾ തോക്കിക്കേറി വെടി വെക്കല്ലേ എൻ്റെ പൊന്നു സഹോദരി ഞാൻ പറയുന്നത് അങ്ങ് കേക്ക്. അതെ ഞാനിപ്പോൾ വന്നത് വേറൊന്നും അല്ല നിങ്ങളുടെ സുധി എന്ന് പറയുന്ന മോൻ്റെ കുറച്ച് പൈസ ഒരു പെണ്ണ് കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിന് വന്നപ്പോൾ പൈസ കിട്ടിയോ, തിരിച്ചു കിട്ടിയോ സാറേ? പൈസ തിരിച്ചൊന്നും കിട്ടിയില്ല. അല്ല ഞങ്ങൾ ആദ്യം ഒന്ന് കേസ് അന്വേഷിക്കാൻ തുടങ്ങട്ടെ, എന്നിട്ട് പറയാം എൻ്റെ സഹോദരി. അല്ല സുധി എന്തിയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ശ്രുതിയും കൂടെ ഇറങ്ങി വന്നു. അപ്പോഴത്തേക്ക് സുധി ചോദിച്ചു, അല്ല എന്താ സാറിന് അറിയേണ്ടത്? വേറെ ഒന്നും അല്ല അറിയേണ്ടത്, ആ സ്ത്രീയുമായിട്ട് എത്ര കാലം ബന്ധം ഉണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ? അത് പിന്നെ ഒരു 1.5 വർഷത്തോളം കാലം ബന്ധം ഉണ്ടായിരുന്നു. 1.5 വർഷത്തോളം കാലം ബന്ധം ഉണ്ടായിരുന്നല്ലേ? അല്ല ആ സ്ത്രീ എങ്ങോട്ടാണ് കയറിപ്പോയതെന്ന് വല്ല ഐഡിയയും നിങ്ങൾക്കുണ്ടോ? അത് പിന്നെ സാറേ അത് പിന്നെ എനിക്കറിയില്ല സാറേ, അങ്ങനെ ഒരു ഐഡിയ ഒന്നും ഇല്ല,
ഏതായാലും എൻ്റെ 50 ലക്ഷം രൂപയാ സാറേ അവളെടുത്തോണ്ട് മുങ്ങിയത്. അവൾ ഭയങ്കരിയാ. അവളെ എനിക്ക് വിവാഹം കഴിക്കാനേ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ കുറേ പ്രാവശ്യം എന്നെ നിർബന്ധിച്ച് എന്നെ എങ്ങനെയൊക്കെയോ വളച്ചെടുത്തതാന്ന് പറഞ്ഞപ്പോൾ വളയ്ക്കലും ആ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഏതായാലും ഇതിലൊന്ന് ഒപ്പിടാം. ഞങ്ങൾ കേസ് അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ശ്രുതിനെ ഞങ്ങൾ വിളിച്ചോളാന്ന് പറഞ്ഞപ്പോഴാണ് രേവതി ശ്രുതിക്കായിട്ട് ഒരു കപ്പ് ചായയൊക്കെ ആയിട്ട് ഇങ്ങ് കടന്നു വരുന്നത്. അങ്ങനെ രേവതി ഒരു കപ്പ് ചായയൊക്കെ ആയിട്ട് കടന്നു വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ പോലീസുകാരന് അല്ല ഇത് രേവതി അല്ലേന്ന് ചോദിച്ചപ്പം അതെ സാറേ രേവതിയാ ഞാൻ. ഓ ഓ ഓ ഓ ഓ അല്ല നീ കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ തന്നെ വന്ന് എത്തിയല്ലേ മോളെ? അല്ല നീ അന്ന് മറ്റേ ശരത്തെന്ന് പറയുന്ന പയ്യന്റെ സഹോദരനല്ലായിരുന്നോ? അന്ന് ആ പയ്യൻ ഇവിടുത്തെ ബൈക്കല്ലായിരുന്നു മോഷ്ടിച്ചത്. ഇതാണ് പറയുന്നത്. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതിനൊക്കെ ഒരു ന്യായം ഉണ്ടെന്ന്. അതുമല്ല വരേണ്ടടുത്ത് വന്നിരിക്കും. എത്ര തെറ്റുകൾ ചെയ്താലും എന്തൊക്കെ മൂടി വെക്കാൻ ശ്രമിച്ചാലും ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ തന്നെയാ മോളെ സംഭവിക്കാൻ പോകുന്നത്. അല്ല ഏതാണെങ്കിലും ഒരു തെറ്റിന് മേലെ ഒരു ശരിയുണ്ട്. അതുകൊണ്ടായിരിക്കാം മോൾ ഇവിടെ എത്തിയതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര നിങ്ങൾ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പം അല്ല നിങ്ങളുടെ മകനല്ലേ സച്ചി? ആ സച്ചിയുടെ ബൈക്ക് ഒരാൾ മോഷ്ടിച്ചില്ലായിരുന്നോ? അത് ദേ ഈ നിൽക്കുന്ന രേവതിയുടെ അരിയനായിരുന്നു. ഏതായാലും നിങ്ങളുടെ മനസ്സ് നല്ല മനസ്സാണ് കേട്ടോ, നല്ല വിശാലമായിട്ടുള്ള മനസ്സാണ്. അതുകൊണ്ടല്ലേ ഈ പെൺകുട്ടീനെ ഇങ്ങോട്ട് തന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നത്. മകന്റെ ബൈക്ക് മോഷ്ടിച്ച പെൺകുട്ടിയെ മരുമകളായിട്ട് സ്വീകരിക്കാൻ കാണിച്ച നിങ്ങളുടെ മനസ്സിനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഏതായാലും രേവതി ഡീസൻ്റ് ആണ് കേട്ടോ. രേവതി നല്ല കുട്ടിയാ. രേവതിനെ പണ്ട് മുതൽ ഞങ്ങൾക്കറിയാം. അവളൊരു നല്ല കുട്ടി തന്നെയാട്ടോ. ഏതായാലും നല്ലൊരു ഫാമിലിയായിട്ട് അവള് എത്തിച്ചേർന്നല്ലോ ഇവിടെ. ഏതായാലും ഞങ്ങൾ പോവാം. ഇനിയിപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പോലീസുകാരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലേ ചന്ദ്ര ഓ ഓ കൊള്ളാലോടി നീയ ഹമ്പടി കള്ളി കേമി. അപ്പൊ നിന്റെ കുടുംബം കള്ളക്കുടുംബമായിരുന്നല്ലേ? എടി പേരും കള്ളി. ഒരു കള്ളി കുടുംബത്തിൽ നിന്നല്ലേ ദേ സച്ചി പെണ്ണു കൊണ്ടുവന്നിരിക്കുന്നത്. ഹോ ഇതിനെയൊക്കെ വീട്ടിൽ കൊള്ളാൻ പോലും കയറ്റത്തില്ലെന്ന് പറഞ്ഞപ്പം അയ്യോ അത് പിന്നെ അമ്മേ ഞങ്ങൾ അങ്ങനെ കക്കുന്ന കൂട്ടത്തിലുള്ളതൊന്നും അല്ല. അന്ന് എൻ്റെ അനിയനൊരു അബദ്ധം പറ്റിപ്പോയതാ. അവനും അവൻ്റെ കൂട്ടുകാരനും ദേ നിർത്തടി കട്ടിട്ട് അബദ്ധം പറ്റിയതാന്ന് പറയുന്നു. നാണം ഉണ്ടോടി നിനക്ക് കള്ളി? എടി നീയും ഇത് തന്നെയാണോ നിന്റെ തൊഴില്? പൈസ ഇല്ലാതെ വരുമ്പം ഏതെങ്കിലും വണ്ടി കക്കുക, സ്വർണം കാക്കുക, ഏതെങ്കിലും ഭണ്ഡാരപ്പെട്ടി തുറന്ന് മോഷ്ടിച്ചെടുക്കുക, ഇതൊക്കെ കള്ളന്മാരുടെ ഇതാടി. എടി കള്ളി, നീ കള്ളി കുടുംബത്തിലുള്ളതാടി. നീ വെറും കള്ള കുടുംബമാടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അമ്മേ അങ്ങനെ പറയരുതമ്മേ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അനിയനൊരു അബദ്ധം പറ്റിയതാ. അവനെന്ന് ആ പ്രായത്തിൽ അറിവില്ലാതെ എടി 10-20 വയസ്സായ അവന് അറിവില്ലാതെ അവൻ ചെയ്തതല്ലേ. കഴിഞ്ഞ ഒരു വർഷം പോലും ആയില്ലല്ലോടി ഈ സംഭവം നടന്നിട്ട്. അങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നീയും നിന്റെ കെട്ടിയൊരു നാളെടുക്കുമ്പം എൻ്റെ സുതിമോനെ എന്താടി പറയുന്നത്? അവൻ കള്ളനാണെന്നും അവന് 50 ലക്ഷം രൂപ മോഷ്ടിച്ചെന്നും. അവൻ മോഷ്ടിച്ചതേ പുറത്തൊരു വീട്ടിലും പോയിട്ടല്ല, ഈ വീട്ടിൽ തന്നെയാടി അവൻ പൈസ എടുത്തോണ്ട് പോയിട്ടുള്ളത്. അല്ലാതെ അവൻ വേറെ ഒരു വീട്ടിലെ ഒരു മുതലും ചെന്ന് മോഷ്ടിച്ചില്ലടി നിന്നെ പോലെ. ദേ ഇവിടെയൊക്കെ വീട്ടിൽ താമസിപ്പിച്ചിട്ടുണ്ടല്ലോ മോളെ ശ്രുതി. നിന്റെ സ്വർണവും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചോ. എപ്പോഴാ ഇവള് കട്ടോണ്ട് പോകുന്നതെന്ന് അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം അമ്മേ സത്യമായിട്ടും ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾ നല്ല രീതിയിലാണ് വളർത്തിയിട്ടുള്ളത്. അച്ഛൻ്റെ ഗുണവും സവിശേഷത ഇനി എൻ്റെ പൊന്നുമോള് പറയണ്ട. ഇവിടെ എല്ലാം മനസ്സിലായി. നിന്റെ ഫാമിലി മൊത്തം പോക്ക് കേസാണെന്ന് മനസ്സിലായി. അല്ല മനുഷ്യ നിങ്ങളെന്താ ഇങ്ങനെ നിൽക്കുന്നത്? അല്ല പൊന്നാര മരുമകളായിരുന്നല്ലോ. മരുമകളെ കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? അയ്യോ ഇതുപോലെ സൽസ്വഭാവിയും സൽഗുണമുള്ള വേറെ ഒരു കുടുംബം കാണത്തില്ലെന്നും പൈസയല്ല നമുക്ക് മുഖ്യം, അതുപോലെ തന്നെ നമുക്ക് കുടുംബമാണ്, കുടുംബ മഹിമയാണെന്നൊക്കെ പറഞ്ഞിട്ട് നാണമുണ്ടോ മനുഷ്യ നിങ്ങൾക്ക്? നിങ്ങൾ ഇതുപോലെ അറിഞ്ഞിട്ടാണോ ഇങ്ങോട്ടേക്ക് കയറ്റിക്കൊണ്ട് വന്നത് ഈ വൃത്തികെട്ട ശാപത്തിനെയൊക്കെ? എൻ്റെ ഈശ്വരാ, ഇനിയിപ്പം കള്ളന്മാരുടെ കുടുംബമായി പോയല്ലോ നമ്മുടെ. ഇനിയിപ്പം പോലീസുകാരൊക്കെ എത്ര കയറി ഇറങ്ങും ഇവിടെ, ദൈവത്തിനറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി അങ്ങോട്ട് എന്തായിരുന്നു നീയൊക്കെ പറഞ്ഞത്? എൻ്റെ അച്ഛൻ്റെ പൈസ ഞാൻ എടുത്തോണ്ട് പോയപ്പം അത് മോഷ്ടിച്ചതാണെന്നും കള്ളനാണെന്നൊക്കെ പറഞ്ഞ് നീ എത്രമാത്രം എന്നെ കളിയാക്കിയിട്ടുണ്ട്. അല്ല നിന്റെ കെട്ടിയവർ എത്രമാത്രം എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഇതാണമ്മേ പറയുന്നത്. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന്. ആ കള്ളൻ ആരാണെന്നറിയാമോ? ഇവളുടെ അനിയൻ. ഇവളുടെ അനിയൻ പേരും കള്ളൻ. ആ ഗുണം ഇവക്കും കിട്ടാതിരിക്കത്തില്ലല്ലോ. വാ ശ്രുതി നിന്റെ സ്വർണ്ണം അമ്മ പറയുന്ന പോലെ സൂക്ഷിച്ചു വെച്ചോ. അതുമല്ല അമ്മയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അമ്മ സൂക്ഷിച്ചു വെച്ചോ.
ഇനിയിപ്പോൾ കയറി ഇറങ്ങൂല ഇവിടെ ഓരോന്ന്, എപ്പോഴാണ് വന്നെന്തെങ്കിലും മോഷ്ടിച്ചോണ്ട് പോകുകയെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. നമ്മുടെ രേവതി ആണെങ്കിൽ അങ്ങോട്ട് ഉരുകിപ്പോയി കേട്ടോ. രേവതിക്ക് അങ്ങ് വല്ലാണ്ടായി പോവാണ്. രേവതിക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ, കണ്ണുനീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. രേവതി ഇതൊക്കെ കേട്ടിട്ട് നേരെ വെളിയിലേക്ക് പോയി കഴിയുമ്പോൾ രവീന്ദ്രനാണ് ഒന്നും പ്രതികരിക്കുന്നില്ല. കാരണം രവീന്ദ്രൻ പ്രതികരിക്കാത്തത് ഇതുവരെ ഈ കാര്യം നമ്മുടെ രവീന്ദ്രൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഏതായാലും രവീന്ദ്രൻ ഇങ്ങ് വന്നിട്ട് മോളെ രേവതി, ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ? അതൊക്കെ വിശ്വസിക്കാൻ കൊള്ളുന്ന കാര്യമാണോ? അതുമല്ല, നിന്റെ വായിൽ നിന്ന് ഇത് കേൾക്കാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞപ്പം അത് പിന്നെ അച്ഛ ഇതൊക്കെ വിശ്വസിക്കാം, ഇതൊക്കെ നടന്ന കാര്യം തന്നെയാ അച്ഛ. അത് പിന്നെ ഞാൻ അച്ഛനോട് പറയാത്തത് വേണ്ട, നീ ഇനി സംസാരിക്കണ്ട. ഈ കാര്യം നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? എന്തുകൊണ്ട് ഈ കാര്യം നീ എന്നോട് പറഞ്ഞില്ല? എല്ലാം നീ എന്നോട് തുറന്നു പറഞ്ഞിട്ടില്ലേ രേവതി? എന്നിട്ട് ഈ ഒരു കാര്യം മാത്രം നീ എന്നിൽ നിന്നും എന്തിനാ മറച്ചു വെച്ചത്? മോളെ, നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രനും അങ്ങ് കയറിപ്പോയി. ഇതൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിയുടെ സകല പിടി അങ്ങോട്ട് വിട്ടു. രേവതി അവിടെ കിടന്ന് പൊട്ടിക്കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് ഓടി. എന്താണല്ലേ ഒരവസ്ഥ! കള്ളിയാക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയൻ ചെയ്ത കുറ്റമാണ് എങ്കിൽ പോലും നമ്മുടെ രേവതി ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി രണ്ടും കൽപ്പിച്ച് സങ്കടങ്ങളെല്ലാം ഇറക്കി വെക്കാൻ ആകെ ഉള്ളത് അമ്മയും അനീതിയൊക്കെ തന്നെയാണ്. അങ്ങനെ നേരെ നമ്മുടെ ലക്ഷ്മീനെ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ലക്ഷ്മീനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മി എന്താ മോളെ രേവതി എന്നൊക്കെ ചോദിച്ച നല്ല സന്തോഷത്തോടു കൂടിയാട്ടോ ഫോൺ എടുക്കണത്. അപ്പൊ രേവതി കരച്ചിലോ ആദ്യം ഒന്നും പറയുന്നില്ല. എന്ത് പറ്റി മോളെ, എന്താ പറ്റിയതെന്ന് വെച്ചാൽ തുറന്നു പറ മോളെ. അത് പിന്നെ അമ്മേ, അത് പിന്നെ ഞങ്ങൾ വേറെ കള്ളികളായി പോയമ്മേ. ഞാനിപ്പോൾ ഈ വീട്ടിൽ ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കാം. എന്ത് വെച്ച്? എന്താ മോളെ നിനക്ക് പറ്റിയത്? സച്ചിയായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടായോ? അതോ നിന്നെ ചന്ദ്ര എന്തെങ്കിലും പറഞ്ഞോ? ആരും എന്തും പറഞ്ഞാലും ഞാൻ കേട്ട് നിൽക്കുന്ന അമ്മയ്ക്ക് അറിയാലോ. പക്ഷെ ഇത് അതിലും മേലെയാ. കല്യാണത്തിന് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ കുത്തിപ്പൊക്കിക്കൊണ്ട് വരിക. നമ്മളൊരു പാവങ്ങളല്ലേ അമ്മേ? നമ്മളെ അല്ലേ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ? ഞാൻ എന്ത് തെറ്റാ അമ്മേ ചെയ്തത്? ദിവസവും ഭഗവാന്റെ മുമ്പിൽ പൂ കെട്ടി കൊടുത്ത അതൊരു തെറ്റാണോ? ആ ഭഗവാന് പോലും എന്നെ കാണാൻ കഴിയുന്നില്ലല്ലോ. മോളെ, നീ എന്താണെന്ന് വെച്ചൊന്ന് തുറന്നു പറ. അത് പിന്നെ അന്ന് ശരത്ത് വണ്ടി മോഷ്ടിച്ചില്ലേ സച്ചേട്ടൻ്റെ, ആ കാര്യം ഇപ്പം ഇവിടെ അറിഞ്ഞു. ആ കാര്യം ഇപ്പം അവിടെ അറിഞ്ഞെന്നോ? അപ്പം ഇതുവരെ ആരും അത് അറിഞ്ഞിട്ടില്ലായിരുന്നു? ഇല്ലമ്മേ, ഇവിടെ ഇതുവരെ ആരും അത് അറിഞ്ഞിട്ടില്ലായിരുന്നു. ദേ ഇപ്പം എന്നെയും എൻ്റെ അമ്മേനെയും അനിയനെയും അനിയത്തിയൊക്കെ കള്ളിയാക്കിക്കൊണ്ടിരിക്കുക. അമ്മ പറയുന്നത് എന്തും സഹിക്കും. പക്ഷെ അച്ഛനും കൂടെ ഇങ്ങനെയൊക്കെ പറയുമ്പം അച്ഛൻ എന്നോട് വന്ന് പറഞ്ഞു, എങ്കിലും മോളെ, ഇത് നീ എന്നിൽ നിന്നും മറച്ചു വെച്ചല്ലോ. ഒരിക്കലും നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന്. അതുകൂടെ കേട്ടപ്പോഴേ എനിക്ക് സഹിക്കാൻ പറ്റിയില്ലമ്മേ. ഞാൻ എന്ത് തെറ്റമ്മേ ചെയ്തത്? എന്താ ഞാൻ ചെയ്തത്? ഇതിനു മാത്രം ഞാൻ അനുഭവിക്കാൻ? ഒന്ന് തീരുമ്പം ഒന്ന് മാറി ഓരോന്ന് വന്നുകൊണ്ടിരിക്കാം. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ എന്ന് പറഞ്ഞപ്പം മോളെ, എനിക്കറിയില്ല മോളെ, പണ്ടെങ്ങാണ്ട് നടന്ന പ്രശ്നം അതിപ്പോ എന്തിനാ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നതെന്ന്. നമ്മൾ എവിടെ ചെന്നാലും ഇങ്ങനെയാണല്ലോ. ഭഗവാൻ ഇതൊന്നും കാണുന്നില്ലല്ലോ മോളെ. എനിക്കറിയില്ല. മോളൊരു കാര്യം ചെയ്യാം, കരയൊന്നും വേണ്ട, മോള് സമാധാനമായിട്ടിരിക്കുക. സച്ചിക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ, അതുകൊണ്ട് പ്രശ്നമില്ല. സച്ചി വരുമ്പോൾ എല്ലാ പ്രശ്നവും അവിടെ പറഞ്ഞു തീർത്തോളും. മോള് ഫോൺ വെച്ചിട്ട് വേറെ ഒന്നും പ്രതികരിക്കാനൊന്നും പോകണ്ടെന്ന് പറഞ്ഞിട്ട് രേവതിയുടെ ഫോൺ കട്ട് ചെയ്തു. അപ്പോഴത്തേക്കാണ് നമ്മുടെ ശരത്ത് കയറി വന്നത്. ലക്ഷ്മി, എടാ നീ കാരണമാടാ ഇങ്ങനെ ആ പെണ്ണ് അവിടെ കിടന്ന് അനുഭവിക്കുന്നത്. നിനക്ക് എന്തിൻ്റെ കേടായിരുന്നടാ? നീ ഒരുത്തൻ കാരണമല്ലേ ഇപ്പം ആ പാവം പെണ്ണ് അവിടെ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ എന്താ അമ്മ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പം നമ്മുടെ ലക്ഷ്മി അങ്ങോട്ട് അടിക്കാൻ വേണ്ടി ചെന്നപ്പം ദേവ് കയറി തടഞ്ഞപ്പോഴത്തേക്ക് എന്താ ഈ അമ്മയ്ക്ക് പറ്റിയത്? ഭ്രാന്താണോ എന്ന് ചോദിച്ചപ്പോഴാണ് ദേവ് പറഞ്ഞത്, എടാ നീ അന്ന് ബൈക്ക് മോഷ്ടിച്ചില്ലേ, അതിപ്പോ രേവതി അടുത്തിനെ വീട്ടിലറിഞ്ഞടാ. അത് വലിയ പ്രശ്നമായി. രേവതി അടുത്തിനെ കള്ളിയാക്കി ഇരിക്കുക അവരെല്ലാവരും കൂടെ ചേർന്ന്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് ചെന്ന് അവിടെ ഉള്ളവരോടൊക്കെ പറയണം, നടന്ന സംഭവങ്ങളെല്ലാം വ്യക്തമാക്കണം, അതിന് മാപ്പും ചോദിക്കണം. അല്ലാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദയവ് ചെയ്ത് അങ്ങനെ നീ പോയി ചെയ്യാൻ പറഞ്ഞു. ഏതായാലും ആ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. നമ്മൾക്ക് പനിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ജലദോഷവും തൊണ്ടയ്ക്ക് വേദനയും പനിയും തലവേദനയൊക്കെ നന്നായിട്ടുണ്ട്. അപ്പം അതിനൊന്നും ഒരിത് വന്നിട്ടില്ല. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായി പോയത് കേട്ടോ നമ്മുടെ വീഡിയോ ഇടാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണം പെട്ടെന്ന് പനിയൊക്കെ കുറയാൻ. മൂക്കൊക്കെ നന്നായിട്ട് അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഞാൻ എനിക്ക് ശബ്ദം വെളിയിലേക്ക് വരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ എണീറ്റ് കുറച്ച് നേരം കഴിഞ്ഞ് ചെയ്തത്. ഇന്നലെ ഇട്ടതിനൊന്നും ഒട്ടും ശബ്ദമില്ലായിരുന്നു. തൊണ്ടയ്ക്ക് നല്ല വേദനയുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ. അപ്പം അവരെല്ലാം നമ്മൾ
ചെയ്യാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ പ്രതീക്ഷിച്ചാണല്ലോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വന്ന് ചെയ്യുന്നത് ഈ ഒരു കഥ. ബാക്കി കഥകൾ ചെയ്യാനും പറ്റാത്തത്, ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ വല്ലാണ്ട് അങ്ങ് തളർന്നു പോവുകയാണ്. തല പോലും പൊക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ, അതുപോലെ പനിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പെട്ടെന്ന് കുറയാനൊക്കെ പ്രാർത്ഥിക്കണേ. അപ്പോൾ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.